വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാലിഷ റസൽ. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ക്രാഫ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന 2-3 ഐറ്റംസ് മാത്രം മതി കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. എങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോ കാണാം. തേങ്ങയൊക്കെ പൊതിക്കുമ്പോൾ നമുക്ക് കിട്ടണ പൂ പോലുള്ളൊരു സാധനമില്ലേ, ഇതാണ് കേട്ടോ നമ്മൾ ക്രാഫ്റ്റിന് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഓരോന്നായിട്ട് ഞാൻ ഗോൾഡൻ അക്രിലിക് കളർ ഉപയോഗിച്ച് ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ കോട്ട് പെയിൻറ് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് പെയിൻറ്റും കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗമൊന്നും ഞാൻ പെയിൻറ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മുകൾ വശം മാത്രമാണ് ഞാൻ ഈ 2 കോട്ട് പെയിൻറ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതില്ലേ പച്ചയോ അതല്ലെങ്കിൽ നന്നായി ഉണങ്ങിയതാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കൊരു 3 പീസ് കാർഡ്ബോർഡ് എടുക്കാം. 2 എണ്ണം ഒരേ വലിപ്പമുള്ളതും ഒരെണ്ണം അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളത് കാർഡ്ബോർഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കാർഡ്ബോർഡിന് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ബോർഡർ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. സ്കെയിലോ വടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ആ വരച്ച വരയില്ലേ അതിലൂടെ പേപ്പർ കട്ടർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ വീതി കുറഞ്ഞ പോർഷൻ മാത്രമാണ് കേട്ടോ ആവശ്യമുള്ളത്. ഇപ്പം ഇതുപോലെ മെല്ലെ ഇത് കീറിപ്പോവേ മടങ്ങിപ്പോവേ ഒന്നും ചെയ്യാണ്ട് വളരെ സാവകാശം നമുക്ക് മുറിച്ചെടുക്കാം. കൊറിയർ എന്താ വന്നപ്പോൾ കിട്ടിയ കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ നിന്നാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളിതുപോലെ വീതി കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതൊട്ടും സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനൊന്നും കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് അതേ അളവിൽ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അതിഥിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇതുപോലൊരു പീസ് വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. വൈറ്റ് കളർ സെല്ലോ ടാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ പീസിൽ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ സെല്ലോ ടാപ്പ് വേണമെന്ന് ഇല്ല കേട്ടോ. നമ്മുടെ നോട്ട്ബുക്കിൻ്റെ പേജോ അങ്ങനെ എന്തെങ്കിലും പേപ്പറോ മതി. അതിൽ ഗം പുരട്ടിയിട്ട് ഒന്ന് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ കാർഡ്ബോർഡിൻ്റെ സൈഡിലുണ്ടാകുന്ന കുഞ്ഞു ഹോളൊക്കെ ഒന്ന് മറയ്ക്കാനും നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിൻ്റെ കളർ നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കാനും അതുപോലെ തന്നെ നമ്മളതിൻ്റെ സ്മൂത്തായിട്ടുള്ളൊരു ഫിനിഷ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടപ്പോൾ അവിടെ ഇവിടെ ഒന്നും പൊങ്ങിയൊന്നും നിൽക്കാണ്ട് നല്ല നീറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വലിയ പീസ് കാർഡ്ബോർഡ് ഇല്ലേ അതിലും ഇതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ ഒരു ബോർഡർ വരച്ച് അതിൽ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് വൈറ്റ് സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് മുഴുവനായിട്ടൊന്ന് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മാഗസിൻ്റെ പേജോ നോട്ട്ബുക്കിൻ്റെ പേജോ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചുരുട്ടി എടുത്ത് പേപ്പർ റോൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചുരുട്ടി എടുക്കണം. നമുക്ക് വീതി കുറഞ്ഞ റോളുകളാണ് കേട്ടോ ആവശ്യം. ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഈ പേപ്പർ റോളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചധികം ഏകദേശം ഒരു 10-15 പേപ്പർ റോളുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസസ് കുറച്ച് കമ്പി കഷ്ണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഈ പേപ്പർ റോളിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം. കുഞ്ഞു കമ്പികൾ നമ്മൾ ഈ പേപ്പർ റോളിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ റോളുകൾ ഒടിഞ്ഞു പോവാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മെല്ലെ ഒന്ന് വളച്ചെടുക്കാൻ പറ്റും. കുറച്ച് പോർഷൻ പേപ്പർ കൊണ്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ കമ്പികൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രെയിമിന് പരിക്കൊന്നും പറ്റാണ്ട് വളരെ സാവകാശം ഈ കമ്പികൾ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഏകദേശം എത്ര പേപ്പർ റോളുകൾ വേണമെന്നൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ അധികം ഒരുമിച്ച് അടുപ്പിച്ച് വെക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ഓരോരോ പേപ്പർ റോളുകൾ നമ്മൾ ഈ കമ്പി വഴി ഇറക്കി ഈ ഫ്രെയിമിൽ ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കമ്പികളില്ലേ അതിൽ ഒത്തിരി നീളമുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള ഭാഗം പുറകിലോട്ട് ഞാനൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വലിയ ഫ്രെയിമില്ലേ അതിൽ ഇതുപോലെ തന്നെ കുറച്ചധികം പേപ്പർ റോളുകൾ കമ്പി ഉപയോഗിച്ച് ഞാൻ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കമ്പികൾ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോഴേ നമ്മൾ ഫ്രെയിം കേടാവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ ഫ്രെയിമിലോട്ട് നമ്മുടെ സുന്ദരി പൂക്കളെ ഓരോന്നായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. ചെറിയ പൂക്കളും വലിയ പൂക്കളും ഒക്കെ കുറച്ച് കയറിയും ഇറങ്ങിയൊക്കെയാണ് കേട്ടോ നമ്മുടെ വലിയ ഫ്രെയിമിലും കുട്ടി ഫ്രെയിമിലും ഞാൻ അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം.
ഈ ഗ്ലൂ ഗണ്ണിന് പകരമായിട്ട് ഫെവി ബോണ്ട് ഉപയോഗിച്ചാലും മതി. ഓരോ പൂക്കളും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ മുകൾ വശത്ത് വെയിറ്റ് കൂട്ടിയിട്ട് ഇതങ്ങ് താഴെ വീണ് പോകും. ഇപ്പം ഞാൻ ഓരോ പൂക്കളും തമ്മിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അകലത്തിലാവരുത് കേട്ടോ നമ്മൾ പേപ്പർ റോള് വെക്കുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തൊട്ടടുത്ത് നിൽക്കുന്ന പേപ്പർ റോളിലോട്ടും ഞാൻ ഓരോ പൂവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പി വെച്ച് നമ്മൾ ഫിക്സ് ചെയ്ത പേപ്പർ റോളില്ലേ, അത് ഒന്നുകൂടി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആ സൈഡിൽ വെച്ച പൂക്കളില്ലേ, അത് ഞാൻ ആ ഫ്രെയിമിലോട്ടും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് അത് നിൽക്കില്ല. 2-3 പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ അത് ശരിയായി വന്നത്. അവിടെ ഇവിടെയായിട്ട് പൊങ്ങി നിൽക്കുന്ന പേപ്പർ റോളിൻ്റെ പീസസ് ഇല്ലേ, അതൊക്കെ ഒന്ന് കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഫെവിക്രിലിൻ്റെ ഗോൾഡൻ മെറ്റാലിക് കളർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഒരു ഗോൾഡൻ കളറിൽ പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു എലഗൻ ലുക്കായിരിക്കും കേട്ടോ നമ്മൾ ചെയ്ത് കഴിയണ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെറിയ 2 ഫ്രെയിമും അതേ ഗോൾഡൻ കളർ പെയിൻറ്റ് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മുടെ പേപ്പർ റോളുകളിലെ എഴുത്തൊന്നും ഒട്ടും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് പെയിൻറ്റും കൂടി ഞാൻ ഉണങ്ങിയതിന് ശേഷം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പെയിൻ്റ് എല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം 2 കോട്ട് ക്ലിയർ വാർണിഷും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് എത്ര കാലം വേണമെങ്കിലും കേടാവാണ്ടിരിക്കും കേട്ടോ. ഏകദേശം ഒരു വർഷം മുമ്പേ ഈ പൂക്കൾ കൊണ്ട് തന്നെ ഞാൻ ചെയ്തു വെച്ചൊരു ബോട്ടിൽ ആർട്ടാണ്. ഇതിന് ഇതുവരെ ഒരു കേടും പറ്റിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞ് വാളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒരു എലഗൻ റിച്ച് ലുക്ക് ഉണ്ട്. ഓൺലൈൻ സൈറ്റുകളിലൊക്കെ മെറ്റൽ ആർട്ട് കണ്ടിട്ടില്ലേ, അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. എന്നാൽ അതുപോലെ തന്നെയുണ്ട് കേട്ടോ നമ്മൾ ഈ ചെയ്തത് കാണാൻ വേണ്ടി. പക്ഷെ നമുക്ക് ആ പെയിൻറ്റിൻ്റെ കോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറക്കാതെ എല്ലാവരും പിക്ചേഴ്സ് സെൻഡ് ചെയ്യുക കേട്ടോ. വീഡിയോ എല്ലാവരും കണ്ടില്ലേ, നല്ലൊരു അടിപൊളി വാണ്ടക്കറാണ് കേട്ടോ അത്. നമ്മളിങ്ങനെ വാളിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തേങ്ങയുടെ പൂവാണെന്നോ പേപ്പറാണെന്നോ കാർഡ്ബോർഡ് ആണെന്നോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു എലഗൻ പീസാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.